നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് മീൻ കൊണ്ടൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. കേരമീനാണ് നമ്മളിന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലോ? ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മീൻ 200 ഗ്രാം ഉണ്ട്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, മീഡിയം സൈസിലുള്ള സവോള, 3/4 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 2 പച്ചമുളക്, അരമുറി നാരങ്ങ, 2-3 തണ്ട് കറിവേപ്പില. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. ഇതുകൂടാതെ ബ്രെഡ് പൊടിച്ചതും മുട്ടയും ഉപ്പും എണ്ണയും വേണം. ആദ്യം നമുക്ക് ഈ മീനൊന്ന് വേവിച്ചെടുക്കാം. ഈ മീൻ ഒരു പാനിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി ഇടാം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഏത് മീനാണെങ്കിലും ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ മുള്ളുള്ള മീനാണെന്നുണ്ടെങ്കിൽ ഇത് വേവിച്ച് കഴിയുമ്പം ഇതിൻ്റെ മുള്ളൊക്കെ മാറ്റാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ എന്തായി നോക്കാം. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ സവോളയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ്. കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് പച്ചയ്ക്ക് വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനാണ് ടേസ്റ്റ്. സവോളയും പച്ചമുളകും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് മീൻ ചേർക്കാം. മീൻ ഞാൻ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കൈ കൊണ്ടാണ് പൊടിച്ച് വെച്ചത്. കൈകൊണ്ട് പൊടിച്ചാൽ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും. മിക്സിയിൽ പൊടിച്ച് കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർക്കാം. നമ്മൾ മീൻ കഴുകിയപ്പം വിനാഗിരിയൊക്കെ ഒഴിച്ചാണ് കഴുകിയിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇനി ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. മീൻ വേവിച്ചപ്പോൾ നമ്മൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. നമുക്കിതിനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇതല്പം കയ്യിലെടുത്ത് ഉരുട്ടിയിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയിലേക്ക് അല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ കട്ട്ലറ്റൊക്കെ ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് നമുക്കിത് ബ്രെഡിലൊന്ന് പൊതിഞ്ഞെടുക്കാം. എല്ലാ കട്ട്ലറ്റും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം. ഇത് 2-3 തവണ എണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമുക്കിത് മൊരിയിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളൊന്നും അങ്ങനെ വേകാനില്ല. നമ്മൾ മീൻ വേവിച്ചെടുത്തു. അതുപോലെ സവോള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ വറുത്തെടുക്കാം. കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.